അസ്ട്രോ മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ദശാകാലങ്ങളിൽ ചന്ദ്രദശാകാലത്തെക്കുറിച്ചാണ്. ചന്ദ്രദശാകാലം 10 വർഷക്കാലമാണ്. രോഹിണി, അത്തം, തിരുവോണം ഈ നക്ഷത്രങ്ങളുടെ ദശ ആരംഭിക്കുന്നത് ചന്ദ്രദശയിലാണ്. ജാതകത്തിൽ ചന്ദ്രൻ ശുഭസ്ഥാനത്തോ ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടി ബലവാനായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. എല്ലാവിധത്തിലുള്ള സന്തോഷവും മനസുഖവും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്ന ഒരു നല്ല കാലമായിരിക്കും. ഇഷ്ടഭക്ഷണ സുഖം, ശാരീരികമായ എല്ലാ സുഖാനുഭവങ്ങളും, വസ്ത്രലാഭങ്ങളും, ഗുരുജനങ്ങളുടെ പ്രീതി, ആഭരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ എന്നിവയിലുണ്ടാവുന്ന നേട്ടങ്ങൾ, സുഗന്ധദ്രവ്യങ്ങളോടും കരകൗശല വസ്തുക്കളോടും ഉള്ള താൽപ്പര്യം, ഈശ്വര വിശ്വാസവും ആചാര അനുഷ്ഠാനങ്ങളിൽ താൽപ്പര്യവും വർദ്ധിക്കുകയും സുഹൃത്തുക്കളുമായുള്ള ബന്ധവും സഹായവും ലഭിക്കുകയും കുടുംബസുഖവും പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ജാതകത്തിൽ ചന്ദ്രൻ അനിഷ്ട സ്ഥാനങ്ങളിലോ പാപഗ്രഹ ദൃഷ്ടി യോഗാദികളോടുകൂടി ബലം കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നേർ വിപരീത ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളും, മാതാവിനുണ്ടാവുന്ന രോഗദുരിതങ്ങളും, വാഹനങ്ങളെ കൊണ്ടും നാൽക്കാലികളെ കൊണ്ടും ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകളും, സമയത്തിനും കാലത്തിനും ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരികയും തൊഴിൽ രംഗത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളും സംഭവിക്കുകയും തണുപ്പ് സംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. പരിഹാരമായി തിങ്കളാഴ്ച ദിവസം ദുർഗാദേവി ക്ഷേത്രത്തിൽ വെള്ള നിവേദ്യവും വെള്ളപ്പട്ടും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നടത്തുക. അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസവും പൗർണമി ദിവസവും ചന്ദ്രനെ പ്രാർത്ഥിക്കുകയും ഓം സോമായ നമ എന്ന മന്ത്രം 108 തവണ ജപിക്കുകയും ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.